നമസ്കാരം. GCCയിലെ 6-ൽ 3 രാജ്യങ്ങളുടെയും പിറന്നാൾ മാസത്തിലാണ് നാം ഇപ്പോൾ. UAEയുടെ പിറന്നാൾ വിശേഷം 2 ആഴ്ച മുമ്പ് നാം കണ്ടു. ഇനി ബഹ്റൈൻ്റെയും ഖത്തറിൻ്റെയും ദേശീയ ദിന വിശേഷങ്ങളിലേക്ക്, ഒപ്പം ദുബായ് ചലച്ചിത്രമേളയുടെയും ഷാർജയിലെ കുട്ടികളുടെ ബിനാലയുടെയും കാഴ്ചകളിലേക്ക്. ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന ബഹ്റൈൻ്റെ വിശേഷങ്ങളാണ് ഇന്നാദ്യം. വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലിയെ ബഹ്റൈൻ്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതും ഈ പവിഴ ദ്വീപിൻ്റെ പിറന്നാൾ ദിനത്തിൽ. വർണ്ണാഭമായ പരിപാടികളോടെ ബഹ്റൈൻ 43ാമത് ദേശീയ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി. രാജകൊട്ടാരത്തിൽ നടന്ന ആഘോഷത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സല്യൂട്ട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ തുടങ്ങി മന്ത്രിമാരും ഷെയ്ഖുമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. പവിഴ ദ്വീപിന്റെ കരുത്ത് വിളിച്ചറിയിക്കുന്നതായിരുന്നു കര, നാവിക, വ്യോമസേനകളുടെ പരേഡ്. ഡിസംബർ 16 ബഹ്റൈൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പിന്നീട് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ബഹ്റൈന്റെ വളർച്ച പ്രകാശവേഗത്തിലായിരുന്നു. കിഴക്കൻ ഏഷ്യയിൽ ആദ്യമായി പെട്രോൾ കണ്ടെത്തിയതും ബഹ്റൈനിൽ. 1932 പെട്രോൾ കണ്ടെത്തുന്നതുവരെ കടലിൽ നിന്ന് പവിഴമുത്ത് ശേഖരിക്കലായിരുന്നു സ്വദേശികളുടെ പ്രധാന തൊഴിൽ. പ്രകാശവേഗത്തിലായിരുന്നു പിന്നീടുള്ള വളർച്ച. വികസനത്തിന്റെ അത്യുന്നതയിലേക്ക് രാജ്യത്തെ ഉയർത്തുമ്പോഴും സംസ്കാരവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഭരണാധികാരികൾ അതീവ ശ്രദ്ധ പുലർത്തി വന്നു. രാജ്യവും ജനതയും കഠിന ശ്രമങ്ങളിലൂടെ സ്വന്തമാക്കിയ നേട്ടങ്ങളും പുരോഗതിയും നിലനിർത്താൻ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. വ്യവസ്ഥാപിത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര രാജ്യമെന്ന പദവി നിലനിർത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഭരണഘടനയോടും ഭരണാധികാരികളോടും കൂറും സ്നേഹവും പുലർത്തണം. ദേശീയ ദിനാഘോഷത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നും രാജാവ് ഓർമ്മിപ്പിച്ചു. പരസ്പര സ്നേഹവും ബഹുമാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന രാജ്യമായി നിലകൊണ്ടതിന്റെ ചരിത്രം മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമേകുന്നതായി രാജാവ് സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ നന്മകളും മൂല്യങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കണം. ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിക്കും. സൗഹാർദ്ദ അന്തരീക്ഷവും സാമ്പത്തിക പുരോഗതിയും സ്വാതന്ത്ര്യവും നിലനിർത്താനുള്ള ശ്രമത്തിന് ഓരോ പൗരന്റെയും പിന്തുണയും രാജാവ് അഭ്യർത്ഥിച്ചു. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിയെ ബഹ്റൈന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതും ഈ ദേശീയ ദിനത്തിൽ. മെഡൽ ഓഫ് ബഹ്റൈൻ, ഓർഡർ ഓഫ് കിങ് എന്ന ബഹുമതി ഹമദ് രാജാവ് യൂസഫ് അലിക്ക് സമ്മാനിച്ചു. വിസാമുൽ ബഹ്റൈൻ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശിയാണ് യൂസഫ് അലി. രാജ്യത്തെ വാണിജ്യ മേഖലയ്ക്ക് യൂസഫ് അലി നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. ബഹ്റൈൻ ദേശീയ ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബഹ്റൈൻ രാജാവ് നൽകിയ ഈ പ്രത്യേക ഹോണർ, ഓർഡർ ഓഫ് കിങ്, എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ബഹുമാനപ്പെട്ട രാജാവിനോടും രാജകുടുംബാംഗങ്ങളോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇനിയും ബഹ്റൈൻ്റെ പുരോഗതിക്ക് വേണ്ടി, ബഹ്റൈൻ്റെ വാണിജ്യരംഗത്തുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നതാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ഹമദ് രാജാവ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.